CSIR കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ ഫസ്റ്റ് വീഡിയോ ആണിത്. അബ്സ്ട്രാക്ട് ഓൾജിബ്രയ്ക്ക് ഞാൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആൾജിബ്ര ബൈ മൈക്കൽ ആർട്ടിൻ. ഫസ്റ്റ് ടോപ്പിക് ഗ്രൂപ്പ് തിയറി. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഗ്രൂപ്പ് എന്തിനാണെന്നുള്ളൊരു ചെറിയൊരു മോട്ടിവേഷനും അതിൻ്റെ ഡെഫിനിഷനുമാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് തിയറിയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക പ്രോപ്പർട്ടീസുള്ള ഒരുപാട് സെറ്റുകൾ ഒരുമിച്ച് പഠിക്കലാണ്. ഏതാണ് ആ പ്രോപ്പർട്ടീസ്, എന്താണ് അങ്ങനെ പഠിക്കുന്നതിനുള്ള ലാഭം എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് സെറ്റുകൾ പരിചയപ്പെടുത്തട്ടെ. ഫസ്റ്റ് പരിചയപ്പെടുത്തുന്ന സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് വിത്ത് ദി ഓപ്പറേഷൻ അഡീഷൻ. യെസ്, അതിൻ്റെ 4 പ്രോപ്പർട്ടീസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് കാണാം. നിങ്ങൾ ഏത് 2 ഇൻഡിജർ എടുത്ത് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പുതിയ ഇൻഡിജർ തന്നെ ആയിക്കൂലേ? കോംപ്ലക്സ് നമ്പറിലേക്കൊന്നും പോലല്ലോ. പുറത്തേക്ക്, അതായത് ഇൻഡിജറിൻ്റെ അകത്ത് അഡീഷൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടിക്ക് വരുന്ന പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതായത് നിങ്ങളുടെ എങ്ങനെ അസോസിയേറ്റ് ചെയ്താലും റിസൾട്ട് മാറുന്നില്ല. നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ് ഇൻഡിജറിൻ്റെ ഈ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്കാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. തേർഡ്, ഇൻഡിജേഴ്സിൻ്റെ സെറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു എലമെൻ്റ് ഉണ്ട് 0. അതിൻ്റെ പ്രത്യേകത എന്താ? ഏതൊരു ഇൻഡിജർ എ എടുത്തു കഴിഞ്ഞാലും എ പ്ലസ് 0യും 0 പ്ലസ് എയും എ എന്നാണ് കിട്ടുക. അതായത് ആ എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ മാറുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ 0ക്ക് ഒരു പേര് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ആര് വന്ന് അതിനോട് വർക്ക് ചെയ്താലും വന്ന ആൾക്ക് തന്നെ അവിടെ തന്നെ ഉണ്ടാവും, അയാൾക്ക് ഒരു മാറ്റം സംഭവിക്കില്ല. യെസ്, സോ ഈ സെറ്റിൻ്റെ അകത്ത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു നമ്പർ എടുത്തു വിചാരിക്കുക, കറസ്പോണ്ടിങ് ആയിട്ടൊരു അതിൻ്റെ നെഗറ്റീവ് നമ്പർ അവിടെ ഉണ്ടാവും. എ എടുത്താൽ -a അവിടെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്താ? ആ എയും ആ -a തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 0ലേക്ക് എത്തും തിരിച്ചു. യെസ്, ആ നമ്പർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ -a വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഇൻവേഴ്സ്. കാരണം അത് തമ്മിൽ വർക്ക് ചെയ്യുമ്പോൾ 0ലേക്ക്, അതായത് ഐഡൻറ്റിറ്റി എലിമെൻറ്റിലേക്ക് തിരിച്ചെത്തും. അതുകൊണ്ട് അതിന് ഇൻവേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ സെറ്റിൻ്റെ ഈ സെറ്റും ഞാൻ പരിചയപ്പെടുത്തി, അതിനുള്ള 4 പ്രോപ്പർട്ടീസ് ഞാൻ പരിചയപ്പെടുത്തി. ഇനി ഞാൻ കുറച്ചുകൂടി സെറ്റുകൾ പരിചയപ്പെടുത്തട്ടെ വിത്ത് ദ സെയിം പ്രോപ്പർട്ടീസ്. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ഉള്ള ഒരു 2-3 സെറ്റ് കൂടി ഞാൻ പരിചയപ്പെടുത്തട്ടെ. വെയിറ്റ് ആൻഡ് സീ. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സെറ്റ് റിയൽ നമ്പേഴ്സ്. അതിനകത്ത് 0 അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുള്ള റിയൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 0 എന്തിനാണ് ഒഴിവാക്കിയതിനെ കുറച്ച് ഞാൻ മനസ്സിലാവും. അവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ പോലെ ക്ലോഷർ പ്രോപ്പർട്ടി നോക്കട്ടെ. അവിടെ ഇവിടുത്തെ ഓപ്പറേഷൻ നേരത്തെ ഇൻഡിജേഴ്സിൻ്റെ അകത്ത് അഡീഷൻ ആയിരുന്നു, ഇവിടെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ എടുത്തത്. അതിന് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ നോക്കട്ടെ. ഏത് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും റിയൽ നമ്പറല്ലേ കിട്ടുക. സോ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇതുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. തേർഡ്, അതിൻ്റെ അകത്തൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്, 1 ആണ് അവിടെ. അതിൻ്റെ പ്രത്യേകത എന്താ? ഏതൊരു റിയൽ നമ്പർ എ എടുത്തിട്ട് a × 1 എടുത്താലും 1 × a എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് a എന്നാണ് വരുന്നത്. യെസ്, സോ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. ഇനി നിങ്ങൾ ഏതൊരു റിയൽ നമ്പർ എടുത്താലും എക്സെപ്റ്റ് 0, അതിനോട് 0 ഞാൻ ഒഴിവാക്കിയത്. അതിന് കറസ്പോണ്ടിങ് ഇപ്പോൾ 2 എടുക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരുണ്ട്? 1/2 ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? 2ഉം 1/2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഏതോ റിയൽ നമ്പർ കറസ്പോണ്ടിങ് ആയിട്ടും ഒരു എ ഇൻവേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 1/a എന്ന് നമ്മളിപ്പോൾ സാറിന് വിളിക്കുന്ന എ ഇൻവേഴ്സ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അവിടുത്തെ ഐഡൻറ്റിറ്റി. ഈ സെറ്റിൽ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞ 1ലേക്ക് തിരിച്ചെത്തും. അപ്പോൾ അവിടെ ഓരോ എലിമെൻറ്റിനും ഇൻവേഴ്സും ഉണ്ട്. അപ്പോൾ ഈ Z+നെ പോലെ തന്നെ ഞാൻ വേറെ സെറ്റ് പരിചയപ്പെടുത്തി. ആ സെറ്റിൻ്റെ അകത്ത് വേറെ എലമെൻറ്റ്സ് ആണ്, വേറെ ഓപ്പറേഷനാണ്, പക്ഷേ ഈ 4 പ്രോപ്പർട്ടീസ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 2 സെറ്റ് കൂടി പരിചയപ്പെടുത്താം. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സെറ്റ് GLNR, അതായത് സെറ്റ് ഓഫ് ഓൾ n/n ഇൻവേർട്ടിബിൾ മെട്രിസസ്. അതായത് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് നമുക്കറിയാം അല്ലേ? അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താ? ഡിറ്റർമിനൻറ്റ് ഇൻവേർട്ടിബിൾ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? അങ്ങനത്തെ എല്ലാ n/n മെട്രിസസിൻ്റെയും കളക്ഷനാണ് GLNR വിത്ത് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്ന സെറ്റ്. ഞാനെല്ലാം ഇങ്ങനെ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. ഏത് 2 അങ്ങനത്തെ മെട്രിക്സ് എടുത്ത് അതിൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം അതിൻ്റെ പ്രൊഡക്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്താ? പ്രോഡക്റ്റ് ഒരു മെട്രിക്സ് ആവണം, മാത്രമല്ല അത് ഇൻവേർട്ടിബിൾ ആയിരിക്കണം. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അറിയാം, ഡിറ്റർമിനൻറ്റ് AB ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് A × ഡിറ്റർമിനൻറ്റ് B എന്നറിയാം. അപ്പോൾ ഇത് ഇൻവേർട്ടിബിൾ ഇത് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ, കാരണം GLNRലുള്ള 2 ആൾക്കാരാണ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് GLNR ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ GLNRലുള്ള 2 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2 ഡിറ്റർമിനൻറ്റ് നോൺ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ABൻ്റെ ഡിറ്റർമിനൻറ്റ് ആയിരിക്കും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ AB എന്താവും? ഇൻവേർട്ടിബിൾ ആവും. അപ്പോൾ GLNRലുണ്ടാവും. അപ്പം ഈ GLNRലുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ക്ലോസ്ഡ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്തു. അസോസിയേറ്റീവ് നിങ്ങൾക്ക് അറിയാം, ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് അറിയാം, ഇൻവേഴ്സ് നിങ്ങൾക്ക് അറിയാം. യെസ്, അപ്പോൾ ഇനി ഞാൻ ഒരു സെറ്റ് കൂടി പരിചയപ്പെടുത്തട്ടെ. നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്ന സെറ്റ് ചുമ്മാ ഒരു സെറ്റ്, ഇഷ്ടമുള്ളൊരു സെറ്റ് T എടുത്തോ. എന്നിട്ട് ആ ടീൻ്റെ അകത്ത് നിന്ന് ടീയിലേക്കുള്ള ബൈജക്ഷൻസ് ഇല്ലേ,
അങ്ങനത്തെ ബൈജക്ഷൻസിൻ്റെ കളക്ഷൻ എടുക്കുക. ഒരു സെറ്റ് എടുക്കുക, ഫിക്സ് ചെയ്യുക, ഒരു സെറ്റ് ടി. എന്നിട്ട് ആ ടീന്ന് ടീയിലേക്കുള്ള എല്ലാ ബൈജക്ഷൻസും ഇല്ലേ, അതൊരു സെറ്റ് ആയിരിക്കില്ല, ആ ബൈജക്ഷൻസിൻ്റെ സെറ്റ്. അതിനാണ് ഞാൻ എസ് എന്ന് വിളിച്ചത്. യെസ്. എന്നിട്ട് അതിൻ്റെ അകത്തൊരു ഓപ്പറേഷൻ, നിങ്ങൾ ഫംഗ്ഷൻസിനിടയിൽ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. കോമ്പോസിഷൻ ഉണ്ട് അല്ലേ, എഫ് കോമ്പോസിറ്റ് ജി നിങ്ങൾ പണ്ടേ അറിയുന്നതാണ്. ആ ഓപ്പറേഷനും ആ സെറ്റ് ഇത് പരിഗണിച്ച് നോക്കുക. അതിൻ്റെ അകത്തുള്ള ഈ കോമ്പോസിഷൻ എടുത്തു, എഫ് കോമ്പോസിറ്റ് ജി, രണ്ട് ബൈജക്ഷൻ എടുത്ത് അതിൻ്റെ കോമ്പോസിറ്റ് എഫ് കോമ്പോസിറ്റ് ജി എന്തായിരിക്കും, വീണ്ടും ഒരു ബൈജക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പ്ലസ് 2 മുതൽ അറിയണതാണ്. സോ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. പോസ് ചെയ്ത് ആലോചിക്കുക കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. രണ്ടാമത്തത് ഇതും നിങ്ങൾ പ്ലസ് 2 മുതൽ അറിയുന്നതാണ്, കോമ്പോസിഷൻ അസോസിയേറ്റീവ് ആകുന്നത് ഫംഗ്ഷനുടെ അല്ലേ. ഇനി ഐഡൻറ്റിറ്റി മാപ്പ് ഉണ്ട്, ടിന്ന് ടിയിലേക്കുള്ള എല്ലാ എലിമെൻറ്റിനെയും അതിലേക്ക് തന്നെ പറഞ്ഞേക്കണം. ഐ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആയിട്ടുള്ള ആ ഐഡൻറ്റിറ്റി മാപ്പ് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള. ഇനി എല്ലാ ബൈജക്റ്റീവ് മാപ്പിനും ബൈജക്ഷനും ഈ ഇൻവേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എഫ് കോമ്പോസിറ്റ് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ആ ഐഡൻറ്റിറ്റി, അതൊരു ഐഡൻറ്റിറ്റി മാപ്പായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. സോ ഇവിടെയും ഉണ്ട് നേരത്തെ മുതൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ 1, 2, 3, 4 ഇനി ഇഷ്ടംപോലെ ലിസ്റ്റ് ചെയ്യാം. നമ്മൾ സമയത്താളുണ്ടല്ലോ, പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കും. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ കുറേ സെറ്റുകൾ പരിചയപ്പെട്ടു. ആ സെറ്റുകളിലൊക്കെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ്റെ പ്രത്യേകത എന്താ, ആ ഓപ്പറേഷന് ഈ 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഇതാ, ഇങ്ങനെ ഇവർക്കൊക്കെ കോമൺ ആയൊരു സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. എല്ലാവരെയും കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ? അതായത് നമുക്ക് ഇങ്ങനത്തെ എല്ലാ സെറ്റിൽക്കും കൂടി കോമൺ ആയിട്ട് തിയറംസ് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളൊരു തിയറം ഉണ്ടാക്കും. ആ തിയറം എന്ത് ചെയ്യണം, Z+ൽ ഹോൾഡ് ചെയ്യണം, ഈ പറഞ്ഞ R-0 വിത്ത് മൾട്ടിപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്യണം, മെട്രിസസിൻ്റെ ഇൻവേർട്ടിബിൾ മെട്രിസസിൽ ഹോൾഡ് ചെയ്യണം, ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ്റെ സെറ്റിൽ ഹോൾഡ് ചെയ്യണം. അങ്ങനെ ഈ പ്രോപ്പർട്ടീസുള്ള ഈ 4 പ്രോപ്പർട്ടീസുള്ള ഓപ്പറേഷനിലെ സെറ്റുകളിലൊക്കെ ഹോൾഡ് ചെയ്യുന്ന തിയറം ഒറ്റയടിക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. യെസ്. അതിൻ്റെ ഉത്തരം യെസ്, ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അതാണ് ഗ്രൂപ്പ് തിയറി ചെയ്യുന്നത്. യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇത്തരം പ്രോപ്പർട്ടീസുള്ള ഈ പ്രോപ്പർട്ടീസ് ഉള്ള സെറ്റുകൾക്ക് ഒരുമിച്ച് തിയറി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇത്തരം പ്രോപ്പർട്ടീസ് ഉള്ള സെറ്റുകൾക്ക്, അതായത് ഇവിടെ എന്താ ഒരു സെറ്റും കാണാം, അതിൻ്റെ അകത്തൊരു ഓപ്പറേഷനും കാണാം, ആ ഓപ്പറേഷൻ ഈ 4 പ്രോപ്പർട്ടീസും കാണാം. ഇങ്ങനെ കാണുന്ന ഈ സ്വഭാവമുള്ള ഈ പ്രോപ്പർട്ടീസുള്ള സെറ്റുകൾ കുറേ എണ്ണം ഉണ്ട്. 4 ലിസ്റ്റ് ചെയ്തു. അങ്ങനെ ഇനിയും നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനത്തെ സെറ്റുകൾക്കെല്ലാം കൂടി കോമൺ ആയിട്ടൊരു പേരിടാം നമുക്ക്, കാരണം അവർ ഒരുമിച്ച് നമ്മൾ പഠിക്കല്ലേ. ആ പേരാണ് ഗ്രൂപ്പ്. ആ പേര് ഗ്രൂപ്പ് ഒന്ന് ഫോർമലി ഞാനൊന്ന് ഡിഫൈൻ ചെയ്യട്ടെ. യെസ്. ആ പേര് ഗ്രൂപ്പ് ഒന്ന് ഫോർമലി ഞാനൊന്ന് ഡിഫൈൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് എന്നുള്ള പേര് ആർക്കാട്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, ഇതൊക്കെ ഉള്ള ഒരു ഓപ്പറേഷനോട് കൂടിയുള്ള സെറ്റിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ 4 ഗ്രൂപ്പ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതേപോലെ ഇതേ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യുന്ന ഓപ്പറേഷനിലെ ഏത് സെറ്റിന് നമ്മൾ എന്ത് വിളിക്കും, ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഞാനൊന്ന് ഫോമിൽ ഇവിടെ എഴുതി വെക്കട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് എ സെറ്റ് ജി അല്ലേ, ഒരു സെറ്റാണ്. എന്തായാലും ജി എന്ന് വിളിക്കുക, കോമൺ ആയിട്ട് ഒരു പേര് ജി എന്ന് വിളിക്കട്ടെ. അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു ഓപ്പറേഷൻ ഉണ്ടാവും. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ സിമ്പിളാണ്, ഇവിടെ ഈ കോമ്പോസിറ്റ് സിമ്പിൾ, അവിടെയാണ് സിമ്പിളേ അല്ല. അപ്പോൾ തൽക്കാലിക സിമ്പിൾ ഉപയോഗിക്കട്ടെ, ആർട്ടിൻ്റെ സിമ്പിളൊന്നും ഉപയോഗിച്ചിട്ടില്ല, തൽക്കാലിക സിമ്പിൾ ഉപയോഗിക്കട്ടെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞാൽ നിങ്ങൾ അവിടെ കാണും ഒരു സെറ്റും കാണാം, അതിൻ്റെ അകത്തൊരു ഓപ്പറേഷനും കാണാം. ആ ഓപ്പറേഷന് എന്തായിരിക്കും പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് വേണം, സാറ്റിസ്ഫൈ ദി പ്രോപ്പർട്ടീസ്. ആ സെറ്റിൻ്റെ അകത്തുനിന്ന് ഏത് 2 എലമെൻറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആ ഓപ്പറേഷനുകൾ കൊടുക്കുമ്പോൾ, ഓപ്പറേഷൻ നടക്കുമ്പോൾ A.B നടക്കുമ്പോൾ റിസൾട്ട് ആ സെറ്റ് തന്നെ വരണം. അതിനാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചത്. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ലേ, ഇതൊക്കെ അതേപോലെ ആ പ്ലസിന് പകരം ഇവിടെ ഇട്ടാണ് നേരത്തെ പറഞ്ഞത്. ആ A.B.C A.B.C ആയിരിക്കണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ അകത്തുള്ള ഒരു നേരത്തെ 0 അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ്, അതിനൊക്കെ പകരം ഞാനൊരു കോമൺ സിമ്പിൾ ഉപയോഗിക്കുകയാണ് ഇ. നമ്മളാ പരിഗണിക്കുന്ന സെറ്റിനകത്ത് ഒരു ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഇ ഉണ്ടായിരിക്കണം, അതിന് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇനി അതിൻ്റെ ആ സെറ്റിൻ്റെ ജീൻ്റെ അകത്ത് നിന്ന് എടുക്കുന്ന ഓരോ എലിമെൻറ്റ് എ കറസ്പോണ്ടിങ് ആയിട്ട് ആ ജിയിൽ തന്നെ വേറെ എലിമെൻറ്റ് എ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ പ്രോപ്പർട്ടി എയും എ ഇൻവേഴ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും തിരിച്ച് എ ഇൻവേഴ്സും എയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവിടുത്തെ ഐഡൻറ്റിറ്റി എലിമെൻറ്റായി നിങ്ങൾ ഐഡൻറ്റിറ്റി എന്ന് വിളിച്ച ആ എലിമെൻറ്റിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസിലെ ഏതൊരു സെറ്റ് ജിയും നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഞാൻ ഫോർമലി ഡിഫൈൻ ചെയ്യും. യെസ്. ഇനി അപ്പോൾ നമ്മൾ ഈ 4 പ്രോപ്പർട്ടീസുള്ള സെറ്റുകൾക്കെല്ലാം കൂടി നമ്മളൊരു കോമൺ പേരിട്ടു. ഇനി ചോദ്യം, ഇവർക്കെല്ലാവരും കൂടി കോമൺ ആയുള്ള തിയറങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതൊക്കെ അങ്ങോട്ട് മറക്കും.
ഇങ്ങനത്തെ സെറ്റുകളെ പേര് സ്പെഷ്യലൈസ്ഡ് ആയ പേരുകളൊന്നും മെട്രിക്സ് ഒന്നും നോക്കില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട്, അതായത് ഈ നമ്പർ അങ്ങനെ ഒന്നും കൊടുക്കാതെ സെറ്റ് ജി എന്ന് പറഞ്ഞിട്ട് ഈ റൂൾസ് ഉപയോഗിച്ചിട്ട് തിയറംസ് ഉണ്ടാക്കും. കൺഫ്യൂഷൻ ആവേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ തരാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് എൻ്റെ തിയറം പ്രൂവ് ചെയ്ത് തരാം ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട്. എ ബി ഇസ് ഈക്വൽ ടു എ സി. ഒരു ഗ്രൂപ്പാണ്, ജനറലി ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പ് എന്തും ആവാം, ഇൻറ്റിജർ ആവാം, റിയൽ നമ്പർ ആവാം, മെട്രിക്സ് ആവാം. പിന്നെ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എന്ന് വിചാരിക്കുക. എ ബി ഈക്വൽ ടു നമ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു, അതായത് ഇൻറ്റിജേഴ്സിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ഇസ് ഈക്വൽ ഇംപ്ലൈസ് എന്താണ്, എയും കട്ട് ചെയ്തിട്ട് ബി ഈക്വൽ ടു സി എന്ന് പറയും അല്ലേ? നിങ്ങൾ സ്കൂൾ അങ്ങനെ ചെയ്യുക, കട്ട് ചെയ്യുക അല്ലേ? ഈ റിസൾട്ട് എനിക്ക് അവിടെ പോകണമെന്നില്ല, കാരണം ഇവരെല്ലാവരും കൂടി കോമൺ ആയിട്ട് ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിലാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. ഗ്രൂപ്പ് പ്രൂവ് ചെയ്യുമ്പം ഗ്രൂപ്പായി ഞാൻ വിളിച്ച എല്ലാ സെറ്റിലും അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ വെയിറ്റ് ചെയ്യാൻ പ്രൂവ് ചെയ്യട്ടെ. എ ബി ഇസ് ഈക്വൽ ടു എ സി, യെസ് എന്നെനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കറിയാം ഈ എയും ബിയും ഒക്കെ ഈ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ എക്ക് ഗ്രൂപ്പിൽ എന്തുണ്ടാവും, ഒരു ഇൻവേഴ്സ് ഉണ്ടാവും, എ ഇൻവേഴ്സ് ഉണ്ടാവും, കാരണം അത് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. എ ഇൻവേഴ്സ് കൊണ്ട് എനിക്ക് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ഇൻവേഴ്സ് എ ബി ഇസ് ഈക്വൽ ടു എന്താവും, എ ഇൻവേഴ്സ് എ സി ആവും. എനിക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, എനിക്കിത് എങ്ങനെ അസോസിയേറ്റ് ചെയ്യാം? അപ്പോൾ ഞാൻ എ ഇൻവേഴ്സ് എ അത് ബ്രാക്കറ്റ് ഇങ്ങോട്ട് ഇടും. അപ്പോൾ എ ഇൻവേഴ്സ് എ ബി ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ സി എന്നാവും. എനിക്ക് എന്താ പറയുക, എ ഇൻവേഴ്സ് ഇ എന്താണ്, ഐഡൻറ്റിറ്റി എന്നറിയാം. അപ്പോൾ ഇതെന്തായി മാറും, ഇ ബി ഇസ് ഈക്വൽ ടു ഇ സി എന്നായി മാറും. ഇനി ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യപ്പെടും. അതായത് ഇ ബി ഇസ് ഈക്വൽ ടു ബി ആവും, ഇ ബി സി ഇസ് ഈക്വൽ ടു സി ആവും. സോ ബി ഇസ് ഈക്വൽ ടു സി എന്നായി അല്ലേ? അപ്പോൾ ഞാൻ ഇത് എവിടെ ഗ്രൂപ്പിലാണ് പ്രൂവ് ചെയ്തത്. ഇത് ഗ്രൂപ്പ് പ്രൂവ് ചെയ്തുകൊണ്ട് അവിടെ ഡോട്ട് സിമ്പിൾ ഇടാൻ മറന്നു കേട്ടോ. ഡോട്ട് ഞാൻ എപ്പോഴും ഇടൂല, ഞാൻ പറഞ്ഞ ആൾജിബ്രയിൽ ആർട്ടിലോ ഡോട്ടില്ല. ഈ റിസൾട്ട് ഇപ്പോൾ ഗ്രൂപ്പിലാണ് പ്രൂവ് ചെയ്തത്. പക്ഷേ ഞാൻ ഗ്രൂപ്പ് എന്ന് വിളിച്ചത് എന്താ, എ സെറ്റ് വിത്ത് ആൻ ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ സ്പെസിഫിക്കായി പറഞ്ഞില്ല. എ സെറ്റ്, ഒരു സെറ്റ് ഉണ്ടായിരിക്കണം, അതിൻ്റെ അകത്തൊരു ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഈ 4 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ, ഏതൊരു സെറ്റ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ റിസൾട്ട് അവിടെ ഹോൾഡ് ചെയ്യും, ഈ തിയർ അവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സെറ്റാണ്, അവിടെയുള്ള ഓപ്പറേഷൻ ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെ അവിടുത്തെ ഓപ്പറേഷൻ പകരം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി എന്ന് എഴുതിയാൽ ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറയാം. ഇനി ഇവിടെ അതേപോലെ തന്നെ പറയാം, ഇവിടെ അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ കേസിൽ എ ബി 2 മെട്രിക്സ് എടുത്തു, എ ബി ഇസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്കറിയാം ഇത് ക്യാൻസൽ ചെയ്യാം. എ ബി ഇസ് ഈക്വൽ ടു എ സിന് ബി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബി ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും, അപ്പുറത്തും കിട്ടും. അപ്പോൾ നമുക്ക് എന്തായി, ഇനി ഈ റിസൾട്ട് ഞാൻ ഓരോരോ സ്ഥലത്ത് പോയി പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നിച്ച് ഇവിടെ പ്രൂവ് ചെയ്താൽ മതി. അതാണ് ഗ്രൂപ്പ് തിയറി സംഭവിക്കുന്നത്. അതായത് ഇങ്ങനെ കുറേ സെറ്റുകൾ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി കൊണ്ട് എടുത്തിട്ട് അവർക്ക് ഒന്നിച്ച് തിയറം ഗ്രൂപ്പിലങ്ങ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ തോന്നും ഇവർക്ക് കോമൺ ആയ പ്രോപ്പർട്ടീസ് ഇനിയും വേറല്ലേ ഉണ്ട്, അതിനി എടുത്തിട്ട് ഫീൽഡ് റിങ് ഫീൽഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. ഇതിൻ്റെ താഴത്തുകൊണ്ട് ഇത്രയും പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ സ്റ്റഡീസ് ഉണ്ട്, സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് തിയറി സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഐഡിയ കൺവിൻസ്ഡ് ആയിനോ എന്ന് എനിക്കറിയില്ല, ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ എക്സാമോനായിട്ട് ഓർത്തെക്കാനൊന്നുമില്ല, എന്നാലും ഞാനതൊന്ന് ഫ്രണ്ട്ലി ആക്കാൻ നോക്കിയാണ്. ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ സക്സസ് ആയെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.